Once again, welcome back to KCS classes. This is Kiran CS. Today we can discuss the next important topic from financial management, that is sources of finance. ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഫണ്ട് വേണം എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യലാണ് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ നമ്പർ 1 ഡ്യൂട്ടി. മെയിൻലി 2 types of fund is there: owners fund and outsiders fund. So the mixture of owners fund and outsiders fund, that is simply known as capital structure of the organization. മെയിൻലി 2 types ഓഫ് പർപ്പസ് ആണ് ഇവിടെ ഉള്ളത്: ലോങ് ടൈം പർപ്പസും ഷോർട്ട് ടൈമും. ലോങ് ടൈം പർപ്പസ് എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, മോഡേണൈസേഷൻ, ഡിവേഴ്സിഫിക്കേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ദാറ്റ്സ് കംസ് അണ്ടർ ലോങ് ടൈം പർപ്പസ്. സോ ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. Then short term purpose, day to day purpose for the smooth running of the organization, the required fund, അതിനെയാണ് പറയുക വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഈ 2 പർപ്പസിനും നമുക്ക് ഏതൊക്കെ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈം പീരീഡിൻ്റെ ബേസിൽ സോഴ്സ് ഓഫ് ഫിനാൻസിനെ മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്യുന്നു. നമ്പർ 1 ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്, നമ്പർ 2 മീഡിയം ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്, നമ്പർ 3 ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ ഫണ്ട് റേസ് ചെയ്തത് യൂസ് ചെയ്യുന്നത് 5 അതിലധികമോ കൊല്ലങ്ങളായിട്ടാണെങ്കിൽ, ദാറ്റ് മീൻസ് 5 കൊല്ലോ 10 15 കൊല്ലോ ആണെങ്കിൽ ഇറ്റ് ഷുഡ് കംസ് അണ്ടർ ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്. ആൻഡ് ഇഫ് ദി റേസ്ഡ് amount of money, if you are using for 1 to 5 years, it should be comes under medium time source of finance. And if the raised amount of money, if you are using for up to 1 year, ഒരു വർഷം വരെ ആണെങ്കിൽ that is known as short time source of finance. സോ ഈ പറയുന്ന 3 സോഴ്സിലും ഏതൊക്കെയാണ് ഓണേഴ്സ് ഫണ്ട്, ഏതൊക്കെയാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. സോ ലോങ് ടൈം സോഴ്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്പർ 1, നമ്പർ 2 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നമ്പർ 3 റിട്ടേൺ ഏർണിങ്സ്. ലോങ് ടൈം സോഴ്സിൽ വരുന്ന ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ നമ്പർ 1 ഡിബഞ്ചേഴ്സ്, നമ്പർ 2 ലോങ് ടൈം ലോൺസ്, നമ്പർ 3 ലീസിങ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്. ദെൻ മീഡിയം ടൈം സോഴ്സിലെ ഓണേഴ്സ് ഫണ്ടിൽ ഒറ്റയായിട്ടാണ് വരുന്നത് ഈസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ഔട്ട്സൈഡേഴ്സ് ഫണ്ടായിട്ട് മീഡിയം ടൈമിൽ വരുന്നത് ഡിബഞ്ചേഴ്സ് ഈസ് ദർ. ദെൻ ഷോർട്ട് ടൈം ലോണുകൾ, മീഡിയം ടൈം ലോണുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, ലീസിങ് ഈസ് ദർ. ഇതൊക്കെയാണ് മീഡിയം ടൈമിൽ വരുന്ന ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. Then moving to number 3, in the case of short term source of finance, there is no owners fund, only outsiders fund. ഈ പറയുന്ന ഷോർട്ട് ടൈം സോഴ്സിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് മാത്രമാണ് വരുന്നത്. അതിൽ നമ്പർ 1 ബാങ്ക് ക്രെഡിറ്റ്, ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ദെൻ ഷോർട്ട് ടൈം ലോണുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ലീസിങ് ഈസ് ദർ. ഇതൊക്കെയാണ് ഷോർട്ട് ടൈം സോഴ്സിൽ വരുന്ന ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. സോ നമുക്ക് ഈ പറയുന്ന എൻറ്റയർ സോഴ്സ് ഓഫ് ഫിനാൻസിലെ ബെസ്റ്റ് 5 അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്പർ 1 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. സോ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനിൽ വേണ്ട ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ എന്തുകൊണ്ടാണ് അവർ റിയൽ ഓണേഴ്സ്? എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? സോ ഒരു ഓർഗനൈസേഷന് ഒരു 10 ലക്ഷം രൂപ വേണം. സോ നമ്മൾ ആ 10 ലക്ഷം രൂപേനെ പല യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഓരോ യൂണിറ്റിനും നമ്മളൊരു വാല്യൂ വെക്കുകയാണ്. സോ ഒരു എക്സാമ്പിൾ 10 ലക്ഷം രൂപ വേണം. സോ ഒരു യൂണിറ്റിൻ്റെ 10 രൂപയാണെങ്കിൽ 1 ലക്ഷം യൂണിറ്റ് ഇഷ്യൂ നടത്തിയാൽ മാത്രമേ നമുക്ക് 10 ലക്ഷം റേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുക. സോ 1 ലക്ഷം ഷെയർ ഇഷ്യൂ നടത്തിയാൽ നമുക്ക് 10 ലക്ഷം റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് ഡിവിഡൻ്റാണ്. സോ റിട്ടേൺ ഒരു ഓർഗനൈസേഷൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുക. ദെൻ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ബിക്കോസ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് ആണ്. ദേ ഹാവ് വോട്ടിംഗ് റൈറ്റ്, വോട്ടിംഗ് പവർ ഉണ്ട്. ഓർഗനൈസേഷനിലെ മെയിൻ ഡിസിഷൻസൊക്കെ എടുക്കുന്നത് റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷനാണ്. സോ ഒരു ഓർഗനൈസേഷന് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കൂടുതലുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനാണ്. ദി മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ദെൻ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് EPS കുറയും, ഏർണിങ്സ് പെർ ഷെയർ കുറയും. ഏതൊരു ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ്. സോ ഇക്വിറ്റി ഷെയർസ് കൂടുതൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പറയുന്ന EPS എന്ന് പറയുന്നത് കുറയും. സോ ഇറ്റ് ഷുഡ് എഫക്ട് ദി വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. സോ ദാറ്റ്സ് ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദെൻ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്
ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർ കൊടുക്കുന്ന ഡിവിഡൻഡ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. So these are the main peculiarity of equity share capital. I repeat, equity shareholders are the real owners of the organization. We want to pay dividend only if there is profit, and നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ we want to pay better, അല്ലെങ്കിൽ നല്ല ഡിവിഡൻഡ് അവർക്ക് പേ ചെയ്യേണ്ടി വരും. ദെൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് EPS കുറയും, അവർക്ക് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, മൂവിങ് ടു നമ്പർ 2, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് പറയുക പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ആ വേർഡിൽ പറയുന്ന പോലെ തന്നെ ഫ്രം ദി വേർഡ് ഇറ്റ് സെൽഫ് ദേ ഹാവ് സം പ്രിഫറൻഷ്യൽ റൈറ്റ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ മാക്സിമം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 20 years ആണ്. ദെൻ അവർക്കൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും, ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് പേ ചെയ്യേണ്ടി വരും. സോ മെയിൻലി 4 types ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ദർ. നമ്പർ 1 ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്. നമ്പർ 2 ഈ പറയുന്ന റിഡീമബിൾ ആൻഡ് ഇറിഡീമബിൾ. നമ്പർ 3 കൺവെർട്ടബിൾ ആൻഡ് നോൺ കൺവെർട്ടബിൾ. നമ്പർ 4 പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സോ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെക്യുലാരിറ്റി, അവർക്ക് കൊടുക്കുന്ന പ്രിഫറൻസ് ഡിവിഡൻഡിലെ ഏതെങ്കിലും ഒരു ഇയർ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, നെക്സ്റ്റ് ഇയർ ഇറ്റ് സെൽഫ് വി വാണ്ട് ടു പേ ക്യുമുലേറ്റീവ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. സോ ദാറ്റ്സ് ദി പെക്യുലാരിറ്റി ഓഫ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻ ദി കേസ് ഓഫ് നോൺ ക്യുമുലേറ്റീവ് നമ്മൾ തിരിച്ച് ആ പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. ദെൻ നമ്പർ 2 എന്ന് പറയുന്നത് റിഡീമബിൾ ആൻഡ് ഇറിഡീമബിൾ ആണ്. റിഡംഷൻ മീൻസ് വാട്ട്? റീപേയ്മെൻറ്റ്. സോ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്ത് തിരിച്ച് കൊടുക്കേണ്ടി വരും. ഇറിഡീമബിൾ ആണെങ്കിൽ വൈൻഡിങ് അപ്പ് ആകുമ്പോൾ മാത്രം പേ ചെയ്താൽ മതി. ഇറിഡീമബിൾ ടൈപ്പ് ഓഫ് ഇഷ്യൂ ഇപ്പോൾ നിലവിലില്ല. ദെൻ നെക്സ്റ്റ് ഈ പറയുന്ന കൺവെർട്ടബിൾ ആൻഡ് നോൺ കൺവെർട്ടബിൾ ആണ്. കൺവെർട്ടബിൾ മീൻസ് വാട്ട്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അവർക്ക് ഡിബഞ്ചേഴ്സ് ആവാനോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറാനുള്ളൊരു ഫ്രീഡം, ഒരു ചാൻസ് അവിടെ ഉണ്ട് ഈ പറയുന്ന കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഇൻ ദി കേസ് ഓഫ് നോൺ കൺവെർട്ടബിളിന് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ പാർട്ടിസിപ്പേറ്റീവ് മീൻസ് ഒരു ഓർഗനൈസേഷന് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ആവാൻ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പോസിബിളാണ്. ഇൻ ദി കേസ് ഓഫ് നോൺ പാർട്ടിസിപ്പേറ്റീവ് അത് പോസിബിൾ അല്ല. So these are the 4 types of preference shareholders: cumulative and non-cumulative, convertible and non-convertible, redeemable and irredeemable, participative and non-participative. So ആ വേർഡ് പറയുന്ന പോലെ അവർക്ക് കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റുകൾ എൻജോയ് ചെയ്യാൻ പറ്റും. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണേക്കാൾ മുമ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. So these are the main peculiarities under preference share capital. Moving to number 3, debenture holders അല്ലെങ്കിൽ debentures. ഒരു ഓർഗനൈസേഷന് ഫണ്ട് വേണം. സോ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടാണ് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡെറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഡിബഞ്ചേഴ്സിനെ പറയാം. ഡെറ്റ് മീൻസ് കടം, സർട്ടിഫിക്കറ്റ് കടപ്പത്രം. സോ ഡെറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ നടത്തിയിട്ടാണ് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് പറയുക ഡിബഞ്ചേഴ്സ്. ആ ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുക. Then we must want to pay fixed rate of interest to the debenture holders. Whether there is profit or loss, we must want to pay a fixed rate of interest to the debenture holders. Then എപ്പോഴാണ് ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ വരാം എങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട 8% ആണ്. നമുക്ക് റിട്ടേൺ വരുന്നത് 11% ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗുഡ്. നമുക്ക് ഡിബഞ്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ ദാറ്റ്സ് ദി തേർഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, ഡിബഞ്ചേഴ്സ്. മൂവിങ് ടു ഫോർത്ത് വൺ, ടേം ലോൺസ്. ഒരു 5-10 കൊല്ലങ്ങൾക്ക് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ലോണായിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. വി മസ്റ്റ് വാണ്ട് ടു പേ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ദാറ്റ്സ് ദി ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. മൂവിങ് ടു ലാസ്റ്റ് വൺ, ലീസിംഗ് ആണ് 5ാമത്തെ സോഴ്സായിട്ട് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലീസിംഗ് മീൻസ് സിംപ്ലി ഒരു ഓർഗനൈസേഷന് ലാൻഡ് വേണം, അതുപോലെ ബിൽഡിങ് വേണം, പ്രോപ്പർട്ടി വേണം. പക്ഷേ ഇതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് അവിടെ വേണം. സോ അതിനുള്ള ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ അസറ്റിൻ്റെ ഒക്കെ റൈറ്റ് ഒരു ഇയർലി റെൻറ്റ് പേ ചെയ്ത് ആ അസറ്റ്സിൻ്റെ റൈറ്റ് നമുക്ക് ഒരു ഓണറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മേടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ലീസ് റെൻറ്റ് പേ ചെയ്യണം എന്നുള്ളത് മാത്രം. സോ ലീസിങ് സിംപ്ലി മീൻസ് ഒരു ഓണറുടെ അല്ലെങ്കിൽ ഒരു അസറ്റുമുള്ള റൈറ്റ് നമ്മൾ സിംപ്ലി റെൻറ്റ് മാസം കൊടുത്തിട്ട് ആ റൈറ്റ് മേടിക്കുന്നതിനെയാണ് ലീസിങ് എന്ന് പറയാം. മെയിൻലി 2 types of leasing is there: financial lease and operating lease.
സോ ലാൻഡ്, ബിൽഡിങ് ഇതൊക്കെ നമ്മൾ ലോങ് പീരീഡ് ഓഫ് ടൈമിന് 10-15 കൊല്ലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആസെറ്റ് ഒരു ഓണറുടെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ it should be comes under financial lease. സോ ഓണറുടെ പറയുന്ന പേരാണ് ലീസിങ്ങിൽ ലെസർ, ദെൻ ടെനൻറ്റിനെ പറയുന്ന പേരാണ് ലെസ്സി. സോ ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസ് ലോങ് ടൈം പർപ്പസിനാണ് നമ്മൾ ആ സെറ്റ് മേടിക്കുന്നത്. സോ എൻറ്റയർ മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഷുഡ് വാണ്ട് ടു ബെയർ ബൈ ലെസ്സി ഇറ്റ് സെൽഫ്. ടെനൻറ്റ് തന്നെ നമ്മൾ തന്നെ ഈ പറയുന്ന ആ സെറ്റ് എക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അതിൻ്റെ എൻറ്റയർ എക്സ്പെൻസസ് ബെയർ ചെയ്യേണ്ടി വരും ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസ്. ദി എഗ്രിമെൻറ്റ് entire decision itself it is irreversible in nature. ഫിനാൻഷ്യൽ ലീസിൻ്റെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ആണ്. സോ ദാറ്റ്സ് നമ്പർ 1 ഫിനാൻഷ്യൽ ലീസ്. നമ്പർ 2 ഓപ്പറേറ്റിംഗ് ലീസാണ്. എക്യുപ്മെൻറ്റ്സ്, മെഷീനറി ഇതൊക്കെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് ഷുഡ് ബി കംസ് അണ്ടർ ഓപ്പറേറ്റിംഗ് ലീസ്. സോ അവർക്ക് നമ്മൾ റെൻറ്റ് പേ ചെയ്യണം. സോ അതിൻ്റെ പെക്യുലിയറിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർ എക്സ്പെൻസസ് ഓഫ് എക്യുപ്മെൻറ്റ്, മെഷീൻ, എവറിത്തിങ് ഇറ്റ് ഷുഡ് ബെയർ ബൈ ലെസർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. എൻറ്റയർ എക്സ്പെൻസസ് അതിൻ്റെ മെയിൻ്റനൻസ് എക്സ്പെൻസും എല്ലാതും ഓപ്പറേറ്റിംഗ് ലീസിൽ ബെയർ ചെയ്യേണ്ടവരാ ലെസറാണ്. സോ ദീസ് ആർ ദി 2 types ഓഫ് ലീസ്, ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. സോ നമുക്ക് ഫണ്ടില്ലെങ്കിൽ നമുക്ക് ലീസിന് ഈ അസറ്റൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള റെൻറ്റ് പേ ചെയ്യണം എന്ന് മാത്രം. So these are the 5 important sources of finance. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്പർ 1 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, നമ്പർ 2 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നമ്പർ 3 ഡിബഞ്ചേഴ്സ്, നമ്പർ 4 ടേം ലോൺസ്, നമ്പർ 5 ലീസിങ്. സോ എല്ലാവർക്കും ഈ 5 സോഴ്സ് ഓഫ് ഫിനാൻസും ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻ്റർനാഷണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, അതിനുശേഷം ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസും. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.